പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന ഭാഗമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. ആ ഭാഗത്തിലെ പദപ്രയോഗങ്ങളുടെ പ്രത്യേകതകളും തേട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയുണ്ടായത്. നമ്മൾ പ്രസ്തുത വചനം വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ ദവിൽ ഖുർബ എന്നതിൻ്റെ വിവക്ഷയിൽ ദാനം ചെയ്യുന്ന, സദഖ നിർവഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളാണ് അവർ എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം വിശുദ്ധ ഖുർആനിൽ ഈ ദവുൽ ഖുർബ എന്നത് നബി കുടുംബത്തിനും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം നമുക്ക് വലിയ യഥാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ ആ പ്രയോഗവും വിഷയവും മനസ്സിലാക്കാം ബിഇദ്നില്ല. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. ഇവിടെ ദവിൽ ഖുർബ കൊണ്ട് ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി. അതിൽ അൽ ഉബൂവ, അതേപോലെ അൽ ഉമൂമ പിതൃത്വം, ഉമൂമ മാതൃത്വം, പിന്നെ അൽ ബുനുവ മക്കൾ, സന്തതികൾ, പിന്നെ അൽ ഉഖുവ സഹോദരങ്ങൾ, പിന്നെ അൽ ഖഊല മാതൃ സഹോദരങ്ങൾ, സഹോദരികൾ, പിന്നെ അതേപോലെ അൽ അം വൽ അമ്മാത്ത് ഉമൂമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതൃ സഹോദരങ്ങൾ, സഹോദരികൾ, ഇവരൊക്കെ ഈ ദവുൽ ഖുർബയിൽ ഉദ്ദേശമാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ വിഷയങ്ങളൊക്കെ. പണ്ഡിതന്മാർ അതിൽ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി നമ്മളിവിടെ ഉണർത്തുകയുണ്ടായല്ലോ. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറയപ്പെട്ടൊരു വിഷയമാണ്. ചിലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദവുൽ ഖുർബ എന്ന് പറഞ്ഞതിന് പകരം ഉലുൽ ഖുർബ എന്നാണ് പറഞ്ഞത്. ഉലുൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ എന്നതിന് ഉലുൽ ഖുർബ. സൂറത്തു നിസായിൽ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ, അവിടെ ഉലുൽ ഖുർബ എന്നാണ് പറഞ്ഞത്, അടുത്ത ബന്ധുക്കൾ, ഈ പറഞ്ഞവർ. അതിൽ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്വത്ത് അനന്തരം എടുക്കാത്തവരാണ് അവിടെ ഈ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ ഹാജരായാൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഉലുൽ ഖുർബ. അതേപോലെ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ. ഉലുൽ ഖുർബ, അവിടെ ഉലുൽ ഖുർബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ബന്ധുക്കളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിസ്തഹ് ഇബ്നു അസാസക്കും മറ്റും ചെലവിന് നൽകുന്ന വിഷയത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചതിൽ പങ്കാളികളായതിൻ്റെ പേരിൽ സത്യം ചെയ്ത് ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന ഒരു ഗുണദോഷിക്കലും ഉപദേശിക്കലുമാണ് പ്രസ്തുത ആയത്ത്. മിസ്തഹ് ഇബ്നു അൽ അസാസയും അദ്ദേഹത്തിൻ്റെ മാതാവും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന, സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അടുത്ത ബന്ധുക്കളായിരുന്നല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ദവുൽ ഖുർബ പറഞ്ഞിട്ടുണ്ട്, ഉലുൽ ഖുർബയും പറഞ്ഞിട്ടുണ്ട്. വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ, അതേപോലെ ഫആതി ദൽ ഖുർബ ഹഖഹു. ഫആതി ദൽ ഖുർബ എന്നുള്ള സൂറത്ത് റൂമിൽ, വആതി ദൽ ഖുർബ സൂറത്തു ഇസ്രായിൽ. ഇതേപോലെ പലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ സൂറത്തു നിസായിൽ. ഇങ്ങനെ ധാരാളം വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയൊരു വിഷയമാണ് അടുത്ത ബന്ധുക്കൾ ദവുൽ ഖുർബ, ഉലുൽ ഖുർബ, അവർക്ക് ദാനം ചെയ്യുക
സദഖ നിർവഹിക്കുക എന്നുള്ള വിഷയം. നമ്മുടെ ദീൻ എത്ര സുന്ദരം! ബന്ധങ്ങൾ വിളക്കുന്നതിൽ, കുടുംബങ്ങളെ ഇണക്കുന്നതിൽ, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് പോരായ്മകൾ നികത്തുന്നതിൽ, വിഷമതകൾ പരിഹരിക്കുന്നതിൽ, ക്ഷേമവും ഐശ്വര്യവും അവർക്ക് കനിയുന്നതിൽ പല വചനങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകളിൽ ഈ വിഷയത്തിൽ ധാരാളം സച്ചരിതങ്ങൾ, സൽമാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല അന്ന ബൈനി വ ബൈനകും റഹിമ സഅബുല്ലുഹ ബിബലലിഹ എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയായി നിയുക്തമായി അടുത്ത ബന്ധുക്കളെ ഉണർത്താനും ഉത്ബോധിപ്പിക്കാനും താൻ നബിയായി നിയുക്തമായ കാര്യം അവരെ അറിയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾ ഒന്നടങ്ങ് വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞതാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു രക്തബന്ധമുണ്ട്. ആ രക്തബന്ധം അത് ഞാൻ ഊഷ്മളമായി കാത്ത് സംരക്ഷിക്കും എന്ന കാര്യം. ഏതായാലും ഇവിടെ ഇദവുൽ ഖുർബ എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത വിഷയം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ അനുബന്ധമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒപ്പം വിശുദ്ധ ഖുർആനിൽ ഇദവുൽ ഖുർബ എന്നത് നബി കുടുംബത്തിന് പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വചനത്തിലല്ല, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ദാനം നൽകുന്നവൻ്റെ അടുത്ത ബന്ധുക്കളാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇദവുൽ ഖുർബ എന്നത് പ്രയോഗിച്ചത് അതിൽപ്പെട്ട വചനമാണ് വഅലമു അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഇന്ന ലില്ലാഹി ഖുമുസ വലിർറസൂലി വലിദിൽ ഖുർബ വൽയതാമ എന്ന് തുടങ്ങുന്ന വചനത്തിലുള്ള ദിൽ ഖുർബ. അവിടെ ഉദ്ദേശം നബി കുടുംബമാണ്. നബി കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബും. അവർ ബനു ഹാഷിം, പിന്നെ ബനുൽ മുത്തലിബ്. ഹാഷിമിൻ്റെ മക്കൾ, അതേപോലെ മുത്തലിബിൻ്റെ മക്കൾ, അവർക്ക് ദവുൽ ഖുർബ എന്ന് പറയും. എൻ്റെ ഈ ബനു ഹാഷിം ബനുൽ മുത്തലിബ്, ബനു ഹാഷിം അവരാണ് ബനു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ. ബനുൽ മുത്തലിബ് വേറെ, ബനു അബ്ദുൽ മുത്തലിബ് വേറെ. അബ്ദുൽ മുത്തലിബ് ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ഇവർ രണ്ടു കൂട്ടരും ഇവർ ദവുൽ ഖുർബയാണ് വിശുദ്ധ ഖുർആനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ. സക്കാത്ത്, സദഖ അനുവദനീയം അല്ലാത്തവർ. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിലാണ് അബ്ബാസ്, അബ്ബാസിൻ്റെ സന്തതികൾ, അതേപോലെ ജാഫർ, ജാഫറിൻ്റെ സന്തതികൾ. കാരണം അബൂ താലിബിൻ്റെ മക്കളല്ലേ അലി, അഖീൽ, ജാഫർ. അപ്പോൾ അലി ആരുടെ സന്തതികൾ, അതേപോലെ അഖീലിൻ്റെ സന്തതികൾ, പിന്നെ ഇങ്ങനെ ഹംസ. ഇവരൊക്കെ അവരൊക്കെയാരാണ്? ബനു അബ്ദുൽ മുത്തലിബാണ്. അവർ ബനു ഹാഷിമാണ്. ഈ ബനു ഹാഷിം ബനുൽ മുത്തലിബ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നബി കുടുംബമായി പരിഗണിച്ചവരാണ്. ഇവിടെ രണ്ട് പേരുകൾ കൂടിയുണ്ട്. അതൊന്ന് അബ്ദുഷംസ്, പിന്നെ നൗഫൽ. അബ്ദുഷംസിൻ്റെ മക്കൾ ബനു അബ്ദിഷംസ്, പിന്നെ നൗഫലിൻ്റെ മക്കൾ ബനു നൗഫൽ. ഈ ഹാഷിമും മുത്തലിബും അബ്ദുഷംസും നൗഫലും ഇവരൊക്കെ ഈ നാല് പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വലിയാപ്പ അബ്ദു മനാഫിൻ്റെ മക്കളാണ്. അബ്ദു മനാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിൻ്റെ ഉപ്പ ഹാഷിം, ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അബ്ദു മനാഫിന് 4 മക്കളാണ്: ഹാഷിം, അൽ മുത്തലിബ്, അബ്ദുഷംസ്, നൗഫൽ. ഈ അബ്ദുഷംസ് ഇവരുടെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരിക. ബനു ഉമയ്യ കുടുംബം, അമ്മവികൾ. ബനു നൗഫൽ, നൗഫലിൻ്റെ കുടുംബത്തിലാണ് ആര് വരിക? ഈ ജുബൈർ ഇബ്നു മുത്തഇം ഒക്കെ വരിക. സഹാബി വര്യൻ ജുബൈർ ഇബ്നു മുത്തഇം. അദ്ദേഹം ജുബൈർ ഇബ്നു മുത്തഇം അൻ നൗഫലിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അൽ അമവി അൽ അബ്ശമിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നബി കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം അൽ മുത്തലിബിയാണ്. അൽ മുത്തലിബി, ബനുൽ മുത്തലിബിൽപ്പെട്ടതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചില സ്വത്തുക്കൾ ഓഹരി വെച്ച്, യുദ്ധാർജിത സ്വത്തുക്കൾ ഓഹരി വെച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിനും ബനുൽ മുത്തലിബിനും നൽകി. ബനു ഹാഷിമിനും നൽകി, ബനു മുത്തലിബിനും നൽകി. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, അതേപോലെ ജുബൈർ ബിനുൽ മുത്ഇമും വന്നു. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, അഅതൈത ബനി ഹാഷിം വ ബനിൽ മുത്തലിബ്, താങ്കൾ ബനു ഹാഷിമിന് നൽകി, ബനുൽ മുത്തലിബിനും നൽകി. വ തറക്തന, ഞങ്ങൾക്ക് താങ്കൾ നൽകിയില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദു ഷംസിൻ്റെ മക്കൾക്കും നൗഫലിൻ്റെ മക്കൾക്കും നൽകിയില്ല. വ ഇന്നമാ നഹ്നു വഹും മിൻക ബിമൻസിലത്തി വാഹിദ, ബനു ഹാഷിം ബനു മുത്തലിബും പിന്നെ ബനു അബ്ദു ഷംസും ബനു നൗഫലും ഞങ്ങൾ ഒരേ മൻസിലത്തിൽപ്പെട്ടവരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നഹും ലം യുഫാരിഖൂനി ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം, ഇവർ ബനു ഹാഷിം ബനു മുത്തലിബും എന്നെ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും കയ്യൊഴിക്കാത്തവരാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പീഡിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നുബുവത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള ആ 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അൽ മുഖാത്തഅത്തുൽ ആമ്മ, പൊതു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നല്ലോ, ഊരുവിലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബവും അതേപോലെ മുസ്ലിമീങ്ങളും ഷഅബു ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലായിരുന്നു പാർത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബനു ഹാഷിമിലെ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും അതേപോലെ ബനുൽ മുത്തലിബിലെ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും ഒരുപോലെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷഅബു ബനി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇവരും ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഊരുവിലക്കിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിട്ടുപോയില്ല. എന്നാൽ ബനു അബ്ദി ഷംസും ബനു നൗഫലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കുകയോ ഒപ്പം നിൽക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണത്, പിന്നെ ബനു അബ്ദു ഷംസും ബനു നൗഫലും പിന്നെ ഈ പരിഗണനയിൽ അവരെ ഉൾപ്പെടുത്താതിരുന്നത്. ഏതായാലും അവിടെ വിശുദ്ധ ഖുർആനിൽ ദവുൽ ഖുർബ എന്ന് പറഞ്ഞതിൽ നബി കുടുംബം ഉദ്ദേശമാണ്. ആ നബി കുടുംബം എന്ന് പറഞ്ഞാൽ ആര്? അത് ബനു ഹാഷിമും ബനുൽ മുത്തലിബും. അതൊരു വിശാലമായ ഭാഗമാണ്. കുടുംബ ശൃംഖല നോക്കുമ്പോൾ അതൊരു വലിയ മേഖലയാണ്. ഏതായാലും ഞാനിവിടെ ഇത് പറഞ്ഞതെന്തെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഈ ദവിൽ ഖുർബ എന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ ഉദ്ദേശം സദഖ നൽകുന്നവൻ്റെ അടുത്ത ബന്ധുക്കളാണ്, അവരാരും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ദവിൽ ഖുർബ എന്ന പ്രയോഗത്തിന് മറ്റൊരു ഉദ്ദേശം കൂടി വിശുദ്ധ ഖുർആനിലുണ്ട്. അത് മറ്റു ചില വചനങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അതിൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബുമാണ് എന്നുള്ളതാണ്. അത് സന്ദർഭോചിതം ഞാനിന്ന് ഉണർത്തി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം ബിഇദ്നില്ലാ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ. ഈ വൽ യതാമ എന്നുള്ള വചനമാണ്. എന്താണ് വൽ യതാമ? യഥാർത്ഥ ബിർ, പുണ്യാളൻ, അല്ലെങ്കിൽ വലാകിന്നൽ ബിർറ മൻ ആമന എന്ന് പറഞ്ഞല്ലേ, വിശ്വസിച്ചവൻ്റെ ഈമാൻ ഉൾക്കൊണ്ടവൻ്റെ ബിറാണ് എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് പറഞ്ഞതാണ് വആതൽ മാല അലാ ഹുബ്ബിഹി, അവൻ സ്വത്തിനോട് ഇഷ്ടവും പൂതിയും ഉണ്ടായിട്ടും അത് നൽകും ദവിൽ ഖുർബക്ക്, വൽ യതാമ, യതീമുകൾക്കും. അതാണ് പിന്നെ അതിൻ്റെ ഉദ്ദേശം. യതാമ എന്നത് അൽ യതീം എന്നതിൻ്റെ ബഹുവചനാണ്. അൽ യതീം എന്നതിൻ്റെ ബഹുവചനമാണ് അൽ യതാമ. ആരാണ് യതീം? ഭാഷാ നിഘണ്ടുക്കളിൽ കാണാം, മനുഷ്യരിൽ പിതാവ് നഷ്ടപ്പെട്ടവരാണ് യതീം, മൃഗങ്ങളിൽ മാതാവ് നഷ്ടപ്പെട്ടവരും. മൃഗങ്ങളുടെ തള്ളമാർ നഷ്ടപ്പെടുമ്പോഴാണ് അത്തരം മൃഗങ്ങൾക്ക് യതീം എന്ന് പറയാം. എന്നാൽ മനുഷ്യരിൽ പിതാക്കൾ മരണപ്പെട്ട മക്കൾ, അവരാണ് യതീം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞു, അൽ യതീമു ഫിൽ ആദമിയീൻ മൻ ഫഖദ അബാഹ്. മനുഷ്യരിൽ യതീം തൻ്റെ പിതാവ് നഷ്ടപ്പെട്ടവനാണ്. ലിഅന്ന അബാഹു ഹുവല്ലദീ യുഹദ്ദിബുഹു, കാരണം പിതാവാണ് മകനെ സംസ്കരിക്കുക, വയർസുഖുഹു, അവൻ അന്നം നൽകുക, വയൻസുറുഹു, അവനെ സഹായിക്കുകയും ചെയ്യുക, ബിമൂജബി അത്തബ അൽ മഖ്ലൂഖ്, സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയുടെ തേട്ടമനുസരിച്ച്
പിതാവാണ് മകൻ്റെ സഹായി, മകന് അന്നം കൊടുക്കേണ്ടവൻ, അതിൻ്റെ വകുപ്പ് കണ്ട് അതെത്തിക്കേണ്ടവൻ, പിന്നെ വിദ്യാഭ്യാസവും പഠനവും കാര്യവും ഒക്കെ പിതാവിൻ്റെ ചുമലിലാണ്. അങ്ങനെ പിതാവ് നഷ്ടപ്പെട്ടവർ അവരാണ് യതീം. ഒരു ഹദീസിൽ കാണാം, ഈ ഹംബല ഇബ്നു ഹിദിയം എന്ന സഹാബിയിൽ നിവേദനം ചെയ്യുന്ന ഇമാം തബറാനിയുടെ നിവേദനത്തിൽ ലാ യുത്മ ബഅദ ഇഹ്തിലാം വലാ യുത്മ അലാ ജാരിയത്തിൻ ഇദാ ഹിയ ഹാദത്ത്. എന്താ പറഞ്ഞത്? ലാ യുത്ം, അനാഥത്വം ഇല്ല, ബഅദ ഇഹ്തിലാമിൻ, പ്രായപൂർത്തിയായതിനു ശേഷം, വലാ യുത്മ അലാ ജാരിയത്തിൻ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനാഥത്വമില്ല, ഇദാ ഹിയ ഹാദത്ത്, അവൾ ഋതുമതിയായാൽ. അപ്പോൾ പ്രായപൂർത്തി എത്തുക, അതിനു മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടവർ യതീമുകളാണ്, ആണായാലും പെണ്ണായാലും. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ യതീം എന്ന് പറയപ്പെടുകയില്ല. യതീമിനുള്ള പരിഗണനകൾ നൽകുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ 22 ഇടങ്ങളിൽ യതീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ മിക്ക സ്ഥലങ്ങളിലും യതീമിനെ പരിരക്ഷിക്കുന്ന, അവൻ്റെ സ്വത്ത് കാക്കേണ്ടുന്നൊക്കെ വിഷയങ്ങളിലാണ് അത് പറയപ്പെട്ടിട്ടുള്ളത്. അന വകാഫിലുൽ യതീം ഹാകദാ ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 2 വിരലുകൾ ചേർത്ത് വെച്ച് പറഞ്ഞ്, ഞാനും യതീമിനെ കാഫിൽ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞ് 2 വിരലുകൾ, ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്ത് വെച്ച്. ഇവിടെ യതീമിൻ്റെ കഫാലത്ത്, അതേപോലെ യതീമിനെ ഈ പോറ്റി വളർത്തൽ, അതിൽ യതീം അത് പ്രായപൂർത്തി കൈവരിക്കുന്നത് വരെയുള്ള പീരീഡാണ്. യതീമുകളുടെ സ്വത്തുകൾ സംരക്ഷിക്കുകയും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കേണ്ട യതീമിന് അതിൽ കൈകാര്യകർത്തൃത്വം നിശ്ചയിക്കപ്പെടുന്ന പ്രായപരിധി, അതിനെക്കുറിച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു മസ്അല അനുബന്ധമായി മനസ്സിലാക്കേണ്ടത്, യതീം പ്രായപൂർത്തിയായാൽ പിന്നെ യതീം എന്ന പരിഗണനയിലല്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വ്യക്തമാണ്. ലാ യുത്മ ബഅദൽ ഇഹ്തിലാം, പ്രായപൂർത്തിക്കപ്പുറം പിന്നെ അനാഥത്വം, യൂത്തും അതില്ല എന്നത്. പക്ഷേ ചില ചരിത്രങ്ങളും സംഭവങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലപരിധി പറയും. അതിൻ്റെ ഒരു ചരിത്രം, നജ്ദത്ത് ബിനു ആമിർ അൽ ഹരൂരി ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ ഒരു ചോദ്യമാണ്, മതാ യൻഖദി യുത്മുൽ യതീം, യതീമിൻ്റെ യുത്തും അനാഥത്വം അതെന്നാണ് അവസാനിക്കുക, തീരുക? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ നജ്ദക്ക് മറുപടി എഴുതുന്നുണ്ട്, കതബ്ത തസ്അലുനി അനിൽ യതീം മതാ യൻഖതിഉ അൻഹു ഇസ്മുൽ യൂത്ത്. താങ്കൾ എനിക്ക് എഴുതി ചോദിച്ചു യതീമിൻ്റെ അനാഥത്വം എപ്പോഴാണ് അവസാനിക്കുക എന്ന്. വ ഇന്നഹു ലാ യൻഖതിഉ അൻഹു ഇസ്മുൽ യൂത്തും, യതീമിൽ നിന്ന് അനാഥത്വം എന്ന നാമം അത് അവസാനിക്കില്ല, ഹത്ത യബ്ലുഗ നിക്കാഹ്, അവന് നിക്കാഹ് എത്തുന്നത് വരെ, അതായത് വിവാഹം കഴിക്കാനുള്ള ആ പ്രായം, പക്വത അതെത്തുന്നത് വരെ. വയുനസ മിൻഹു റുഷ്ദുൻ, തൻ്റെ ഇടവും വിവേകവും വിവാഹപ്രായമെത്തി മനസ്സിലാക്കപ്പെടുന്നത് വരെ യതീമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വഇദാ ബലഗ നിക്കാഹ് വഊനിസ മിൻഹു റുഷ്ദുൻ ദുഫിഅ ഇലൈഹി മാലുഹു വൻഖദാ യുത്മുഹു, വിവാഹപ്രായമെത്തി വിവേകം അവനിൽ ദർശിച്ചാൽ അവൻ്റെ സ്വത്ത് അവന് തിരിച്ചേൽപ്പിക്കപ്പെടുകയും അതോടുകൂടി അനാഥത്വം അവസാനിക്കുകയും ചെയ്യും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടിയായി എഴുതിയത്. ഇവിടെ ഏതുവരെയാണ് യതീം? ഹദീസിൽ പറഞ്ഞത് പ്രായപൂർത്തി വരെ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വിവാഹപ്രായമെത്തി വിവേകം ഉദിക്കുകയും അത് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നത് വരെ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ പ്രായപരിധി പറയുന്നത് അനാഥകളുടെ സ്വത്തേറ്റ ഉത്തരവാദികൾ, രക്ഷാകർത്താക്കൾ, അനാഥകർക്ക് എപ്പോൾ ആ സ്വത്ത് അവർക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ തിരിച്ചേൽപ്പിക്കപ്പെടും അതിനുള്ള പ്രായപരിധിയാണ്. ആത്യന്തികമായി യതീം ഏതുവരെയാണ്? പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ പ്രായപൂർത്തി എത്തി എന്നതിനാൽ
സ്വത്ത് കൈകാര്യം ചെയ്യാൻ മാത്രം പക്വതയും പാകതയും യതീമുകൾ കൈക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ രക്ഷാധികാരി, ഉത്തരവാദിത്തപ്പെട്ടവൻ എപ്പോഴാണ് സമയം കാണേണ്ടത്? അത് വിവാഹപ്രായമെത്തി വിവേകമുദിച്ചതായി ദർശിച്ചാൽ എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഈ സംഭവം ഇമാം മുസ്ലിം, അതേപോലെ ഇമാം നസായി അവിടുത്തെ സുനനിൽ, ഇമാം അഹ്മദ് മുസ്നദിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് അനാഥത്വം അവസാനിക്കുക എന്ന വിഷയത്തിൽ ഈ നിവേദന പ്രകാരം ചിലർ വിവേകം ഉറക്കുന്നത് വരെ, വിവാഹപ്രായം എത്തുന്നത് വരെ എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വിധി വന്നിരിക്കെ പ്രായപൂർത്തി വരെ, അതാണ് അനാഥത്വത്തിൻ്റെ സമയം. എന്നാൽ സ്വത്ത് തിരിച്ചേൽപ്പിച്ച് അതിൽ സ്വയം കൈകാര്യകർത്തൃത്വം, അതിൻ്റെ സമയം എപ്പോഴാണ്? അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ നിവേദന പ്രകാരം ഉള്ളത്. ഇതിവിടെ ഞാൻ സന്ദർഭോചിതമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം. യതീമുകൾ നമ്മുടെ ദീനിൽ പ്രത്യേകം പരിഗണിക്കപ്പെട്ട സാമൂഹ്യ ശ്രേണിയിലെ ഒരു വിഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ തന്നെ 22 ആയത്തുകൾ യതീമുകളുടെ വിഷയത്തിലാണ് അവതീർണമായിട്ടുള്ളത്. വളരെ ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളുടെ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ, അബൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അലാ തസ്തഅമിലുനി, താങ്കൾ എന്നെ ഒരു ഉദ്യോഗസ്ഥനായി നിയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞത്, യാ അബാദർ ഇന്നി അറാക ദഈഫൻ വ ഇന്നി ഉഹിബ്ബു ലക മാ ഉഹിബ്ബു ലി നഫ്സി, താങ്കളെ ഞാനൊരു ദുർബലനായിട്ടാണ് കാണുന്നത്. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം താങ്കൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫലാത്ത് മറന്ന അലസ്നൈൻ, രണ്ടാളുകളുടെ ഉത്തരവാദിത്തം, നേതൃത്വം താങ്കൾ ഏൽക്കാൻ പോകരുത് ഒരിക്കലും. വലാ തവല്ലയന്ന മാല യതീമിൻ, യതീമിൻ്റെ സ്വത്ത് താങ്കൾ ഏറ്റെടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാ തവല്ലയന്ന എന്ന് ശക്തമായിട്ട് ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹ അമാനത്തുൻ, കാരണം അതൊരു അമാനത്താണ്, ഉത്തരവാദിത്താണ്, അനാമത്താണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യൻ വ നദാമത്തുൻ, അന്ത്യനാളിൽ മാനക്കേടും അപമാനവുമാണ്. ഇല്ലാ മൻ അഖദഹ ബിഹഖിഹാ വ അദ്ദല്ലദി അലൈഹി ഫീഹ, യഥാവിധം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ ഒഴികെ, തൻ്റെ മേൽ ബാധ്യതയായത് അതിൽ നിർവഹിക്കുകയും ചെയ്തവരെ ഒഴികെ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അവിടെ വലാ തവല്ലയന്ന മാല യതീമിൻ, ഒരു യതീമിൻ്റെയും സ്വത്ത് ഏറ്റെടുക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് പറയണ്ടായി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളുടെ വിഷയത്തിൽ നൽകിയ വസിയത്തുകൾ അത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിന്നൽ ബിർറ, യഥാർത്ഥ പുണ്യം ആരുടെ പുണ്യമാണ്? മൻ ആമന ബില്ലാഹി തുടങ്ങിയിട്ട് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ, സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും ആ സ്വത്ത് നൽകേണ്ടവർ, അതിൽ രണ്ടാമതെണ്ണിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളെയാണ്. യതീമുകളുടെ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ നൽകി ദീൻ. ഇത് പല വചനങ്ങളിലും ഇപ്പോൾ നമ്മൾ നേരത്തെ നബി കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ വഅലമൂ അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസ വലിർറസൂലി വലിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ, അവിടെയും യതാമ. അതേപോലെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ യതാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ അടുത്ത ബന്ധുക്കളെ കഴിഞ്ഞാൽ യതീമുകളെയാണ് പറഞ്ഞത്. അതേപോലെ വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിദിൽ ഖുർബ വൽ യതാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളെ പറഞ്ഞ ഇതുപോലത്തെ വചനങ്ങൾ പലതാണ്. വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, അവിടെയും വൽ യതാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ യതീമുകളെ എണ്ണിയത്. ഇതേപോലെ ധാരാളം ആയത്തുകൾ. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അന്യായമായി യതീമുകളുടെ സ്വത്ത് തിന്നുന്നവൻ
തൻ്റെ വയറ്റിലേക്ക് തിന്ന് നിറക്കുന്നത് തീയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്ര ഗൗരവമാണ് വിഷയം. വസയസ്ലൗന സഈറ, യതീമുകളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവൻ നരകത്തീയിൽ കിടന്നെരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നു. എത്ര വിഷയം ഗൗരവം. യതീമുകളുടെ സംരക്ഷണ വിഷയം, അവരുടെ അവകാശങ്ങൾ കാക്കുന്ന വിഷയം, അവർക്ക് ഔദാര്യവും ദാനവും നൽകുന്ന വിഷയം എത്ര മികച്ച മുന്തിയ പരിഗണനയിൽ നമ്മുടെ ദീൻ വകവെച്ചു. ഈ ദീനിൻ്റെ സൗന്ദര്യം എത്രമാത്രമാണ്. അൽഹംദുലില്ലാഹ്, ആ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരിടം അനുവദിച്ചു എന്നതിൽ നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ച് മരിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിഷയം ഇവിടെ വലിയ യഥാമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ്. അതുകൊണ്ട് തന്നെ യതീമുകൾ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ പരിരക്ഷിക്കപ്പെട്ടു, പരിപാലിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആലയുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ ഒരു യതീം തിന്നാൻ കൂടെ ഇരിക്കാതെ ഉമർ റളിയല്ലാഹു തആല ഭക്ഷിക്കുമായിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ വയറ്റിൽ ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. യതീമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ഭൂജാതനാകുന്നത്. 6-ാം വയസ്സിൽ മാതാവ് കൂടി മരണപ്പെട്ടതോടുകൂടി തീർത്തും അനാഥത്വം പേറിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യം. അലം യജിദ്ക യതീമൻ ഫആവ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ. താങ്കളെ യതീമായിട്ടാണ് അള്ളാഹു കണ്ടെത്തിയത്, അള്ളാഹു താങ്കൾക്ക് അഭയം നൽകി എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ചരിത്രത്തിൽ പല മഹത്തുക്കളെയും വായിക്കുന്നു, അവർ യതീമുകളായിരുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി യതീമാണ്. പക്ഷേ ആ യതീം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് പരിരക്ഷിക്കപ്പെട്ടു, പരിപാലിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകത്തിന് നേതൃത്വം നൽകുന്ന ഒരു മഹാപണ്ഡിതൻ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ എന്ന പേരിൽ ലോകത്തിന് ലഭ്യമായി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി മാതാവിൻ്റെ ഗർഭത്തിലിരിക്കെയാണ് പിതാവ് മരണപ്പെട്ടത്. അനാഥനായിട്ടാണ് ഭൂജാതനാകുന്നത്. പക്ഷേ ഈ അനാഥൻ പരിരക്ഷിക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു. ആ സംരക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധ ഊന്നിയത് ഇമാം ഷാഫിഈയുടെ വിഷയത്തിൽ എന്ന പോലെ ഇമാം അഹ്മദിൻ്റെയും വിഷയത്തിൽ മാതാവിലൂടെയാണ്. ആ ഉമ്മയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനിയെ ഏറ്റെടുത്ത് വളർത്തിയത്. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഫജറിന് മുമ്പ് ഉമ്മ എന്നെ വിളിച്ചുണർത്തും. എനിക്ക് 10 വയസ്സുള്ളത് മുതൽ ശൈത്യത്തിൽ എനിക്ക് വെള്ളം ചൂടാക്കി തരും. എന്നിട്ട് ഞാനും ഉമ്മയും ഫജറിന് മുമ്പ് രാത്രി നിസ്കരിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് ഉമ്മ എന്നെയും കൊണ്ട് ഇരുട്ടുള്ള വഴിയിലൂടെ ഫജർ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പോകുമായിരുന്നു എന്നാണ്, കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. ഉമ്മ കൊണ്ടുപോകും. അങ്ങനെ ഉമ്മ ഈ മകനോടൊത്ത് ഫജർ നിസ്കാരം കഴിഞ്ഞ് പിന്നെ മകൻ്റെ പഠനം, ഖുർആൻ മനപ്പാഠമാക്കൽ, അതിനൊക്കെ വേണ്ടിയിട്ട് ആ മസ്ജിദിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി, സഹീഹുൽ ബുഖാരിൻ്റെ കർത്താവ്, അനാഥനായിട്ടാണ് വളർന്നത്. അദ്ദേഹത്തെയും വളർത്തിയത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ശ്രദ്ധയിലാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് വളർത്തിയതിനാലാണ്. ധാരാളം പണ്ഡിതന്മാർ അവർ അനാഥത്വത്തിൻ്റെ ബാല്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥകളെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ, ആദർശമുള്ളവർ, ദീനുള്ളവർ അനാഥകളെ ഏറ്റെടുത്ത് വളർത്തിയതിനാൽ ലോകത്ത് അനാഥകൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ഉണർത്തിയതും കേൾപ്പിച്ചതും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്, വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ. സ്വത്തിനോട് പ്രിയമുള്ളതോടൊപ്പം സ്വത്ത് നൽകുക, കനിയുക, ഔദാര്യമേകുക അടുത്ത ബന്ധുക്കൾക്കും യതീമുകൾക്കും. അങ്ങനെ ചെയ്യുന്നവരാണ് പുണ്യാളൻ, ബിർ. അങ്ങനെ ചെയ്യുന്നവരുടേതാണ് യഥാർത്ഥ പുണ്യം, യഥാർത്ഥ ബിർ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ തുടർച്ചയിൽ നമ്മളോട് ഉണർത്തുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വൽ മസാകീന വബീന സബീൽ,
തുടങ്ങിയുള്ള ഭാഗമാണ്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.